സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. അവസാനം അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് വലം കണ്ണിന് താഴെയുള്ള പൊടിമറുകിൽ ഒന്ന് അമർത്തിമുത്തി. വല്ലാത്തൊരു അനുഭൂതി തോന്നി. ഇതെൻ്റെ പൊടിമറുകിന് ഇപ്പം തന്നെ പോണോടി. അവൾ ഒന്നുകൂടി ചേർത്ത് നിർത്തി അവൻ കൊഞ്ചലോടെ ചോദിച്ചു. അവൾ അപേക്ഷയോടെ തലയാട്ടി. എല്ലാവരും ജോലിക്കും സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്ന സമയമാണ്. ആരെങ്കിലും വന്നാൽ ചീത്തപ്പേരാവുന്നതിനുപരി നാട്ടുകാരുടെ കുത്തുവാക്കുകൾ കേൾക്കാനും എൻ്റെ വീട്ടുകാരെ പറയിപ്പിക്കാനും എനിക്ക് വയ്യ. പ്ലീസ് ഒന്ന് വിടാം. ഒരു കാര്യം പറഞ്ഞിട്ട് വിടാം. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ പോവല്ലേ. പോരാത്തതിന് 18 വയസ്സും തികഞ്ഞില്ലേ. ആ ആർദ്രവത്തേണ്ടി പോയി. പകരം പലരും വരും പോകും. മോള് അതും നോക്കി നിൽക്കാതെ ചായൻ്റെ കൊച്ചു പഠിക്കാൻ പോയാൽ പഠിച്ചേച്ചും വരണം. അല്ലാതെ പുതിയ ബന്ധവും സ്ഥാപിച്ചുകൊണ്ട് വന്നേക്കരുത്. അതിന് ഞാനിവിടെ ഉണ്ട്. അത്രയും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അവൻ്റെ നനുത്ത ചുടുചുംബനത്തിൽ അവളുടെ മിഴികൾ അറിയാതെ കൂമ്പി അടഞ്ഞു. എന്നാ ഇനി വേഗം പൊയ്ക്കോ, അതോ ഞാൻ കൊണ്ടാക്കി തരണോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ക്ലാസ്സിലിരിക്കുന്ന സമയം മുഴുവൻ തെക്കനായിരുന്നു അവളുടെ മനസ്സിൽ. ചെക്കൻ്റെ 7-8 തലമുറയെ ഒന്നിച്ച് സ്മരിച്ചു തീർക്കുന്ന തിരക്കിലാണ് കുട്ടി. കാമുസ്രോ, ഇങ്ങനെ മിക്കവാറും എന്നെ ഉമ്മിച്ച് കൊല്ലുന്ന തോന്നുന്നത്. കാണുമ്പോൾ അങ്ങേരുടെ ഒരു ഉമ്മയും മറുകും. ഈ തെക്കൻ തെണ്ടിയെ തെക്കോട്ടെടുക്കാൻ ആരും ഇല്ല എൻ്റെ ഈശ്വരാ. ഓരോന്നാലോചിച്ചിരിക്കുകയാണ് ഭൂമി. ഭൗമിത്രി! സാർ ഉറക്കെ അലറിയതും ഭൂമി ഞെട്ടി എഴുന്നേറ്റു. സാർ, ബുക്ക് പോലും തുറന്നിട്ടില്ല താൻ. എന്താലോചിച്ചിരിക്കുക? സാർ, അത് നോ മോർ എക്സ്ക്യൂസസ്, ക്ലിയർ ഔട്ട്. ഔട്ടടിച്ചു കാലമിസായിട്ട്. പിറുപിറുത്തുകൊണ്ട് അവൾ ക്ലാസ്സിന് വെളിയിലേക്ക് നടന്നു. വെളിയിലിറങ്ങി തെക്കനെ നല്ല രീതിക്കൊന്ന് സ്മരിക്കാനും കൊച്ചു മറന്നില്ല. നീ പണ്ടാരടങ്ങി പൂടാ രാവണാസുര. മേ കമിങ് സർ? IG ഓഫീസിൽ നിന്നും വിളിച്ചപ്പോൾ IG കാണാൻ വന്നതാണ് തെക്കൻ. മിസ്റ്റർ ജോൺ തെക്കൻ, കമിൻ സർ. വളരെ ഗൗരവത്തോടെയാണ് അയാൾ വിളിച്ചത്. സാർ വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനാ വിളിപ്പിച്ചത്? ഓഫീസിൽ IG മുന്നിലെ ചെയറിൽ ഇരിപ്പുറപ്പിച്ചുകൊണ്ട് തെക്കൻ ചോദിച്ചു. എന്നാൽ IG മുഖഭാവത്തിൽ നിന്ന് തന്നെ വിളിപ്പിച്ചതിൻ്റെ കാര്യം തെക്കന് മനസ്സിലായിരുന്നു. താൻ ജോലി കയറിയിട്ട് 1.5 മാസം കഴിഞ്ഞു. താൻ ജോലി കയറിയപ്പോൾ തന്നെ ഏൽപ്പിച്ചതല്ലേ ആ രുദ്രസിംഹൻ്റെ വെട്ടുകേസ്. എന്ത് നടപടിയാ താൻ അവനക്കെതിരെ എടുത്തത്? കേസ് എന്താ, തേഞ്ഞു മാഞ്ഞു പോയോ? അയാൾ വളരെ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. തേഞ്ഞു മാഞ്ഞു പോയി എന്ന് ആരാ പറഞ്ഞേ? ഞാൻ അന്വേഷിച്ചിരുന്നു. രുദ്രൻ നിരപരാധിയാണ്. അയാൾക്കെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ആരും മൊഴി തന്നിട്ടുമില്ല. പറയുമ്പോൾ ഒരു പരിഹാസവും വിജയീഭാവവും കലർന്ന ചിരിയുണ്ടായിരുന്നു തെക്കന്. മൊഴി തന്നില്ലെന്നല്ല, താൻ സമ്മതിച്ചില്ലെന്ന് പറ. തെളിവ് കിട്ടാഞ്ഞിട്ടല്ല, കഷ്ടപ്പെട്ട് തെളിവ് കണ്ടുപിടിച്ച് നശിപ്പിച്ചെന്ന് പറ. നാണോ ഇല്ലല്ലോ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടൊരു കൂറ് വേണ്ടേ? രുദ്രൻ ഒത്താശ നിൽക്കുന്നു. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. ഒത്താശ നിൽക്കാതെ എങ്ങനെയാ സാറേ? ഞാനേ ഒറ്റാൻ തടിയാ. സാറിന് അങ്ങനെയാണോ? വീട്ടിൽ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. രുദ്രനെതിരെ നിൽക്കാനാണെങ്കിൽ ഇതാ ഇങ്ങനെ ഫോൺ ബെല്ലടിക്കും. തെക്കൻ പറഞ്ഞു തീർത്തതും IG ഫോൺ ബെല്ലടിച്ചു. ഒന്ന് ശങ്കിച്ചെങ്കിലും അയാൾ ചെറിയ ടെൻഷനോടെ ഫോൺ എടുത്തു. മറുപുറത്ത് അയാളുടെ ഭാര്യയുടെ വെപ്രാളത്തോടെയും പേടിയോടെയുള്ള ശബ്ദം കേട്ട് അയാൾ തരിച്ചു നിന്നുപോയി. ഹലോ ഏട്ടാ, ഹലോ. ഏകദേശം കരച്ചിലിൻ്റെ വക്കിലായിരുന്നു അവർ. ഹലോ സുജയ്, എന്താ 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 അവിടെ പ്രശ്നം? എന്തു പറ്റി? ഏട്ടാ, ഇവിടെ കുറേ ഗുണ്ടകൾ വന്നിട്ടുണ്ട്. എന്നെ മക്കളെ ഉപദ്രവിക്കുമെന്നാ പറയണേ. ഞങ്ങൾക്ക് പേടിയാവുക. മതി, ഇനി ഞങ്ങൾ പറഞ്ഞോളാം. IG ഭാര്യയുടെ കയ്യിൽ നിന്നും കൂട്ടത്തിൽ ഒരു ഗുണ്ട ഫോൺ തട്ടിപ്പറിച്ചു. അതെ IG സാറേ, വെറുതെ രുദ്രൻ സാറിൻ്റെ പുറകെ പോയി പണിയായിരുന്നു വാങ്ങി അനാഥനാവണ്ട. തെക്കൻ പറഞ്ഞ പോലെ രുദ്രൻ സാർ നിരപരാധിയാ. പകരം ഞാൻ ഏറ്റെടുക്കും കുറ്റം. വെറുതെ ന്യായ നീതി എന്നൊക്കെ പറഞ്ഞ് എടുത്തിയാട്ടം കാണിക്കണ്ട. വേണ്ടപ്പെട്ടവരുടെ ജീവൻ പോവേ. വേണ്ട, പ്ലീസ്, അവരൊന്നും ചെയ്യരുത്. ഹലോ. അപ്പോഴേക്കും കോൾ ഡിസ്കണക്റ്റ് ആയിരുന്നു.
അപ്പോൾ എങ്ങനെയാ ഐ ജി സാറേ, രുദ്രനെതിരെ ഞാൻ കേസ് അന്വേഷിക്കണോ അതോ? അല്ല വേണ്ട, എൻ്റെ കുടുംബം. ആ സാർ ഇപ്പോൾ നല്ല തീരുമാനമെടുത്തു, അപ്പോൾ തന്നെ അവർ സേഫാ. അത്രയും പറഞ്ഞ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് തൊപ്പി ശരിയാക്കി അയാൾക്ക് സല്യൂട്ട് അടിച്ച് വിജയീ ഭാവത്തിൽ തെക്കൻ വെളിയിലേക്ക് പോയി. വെളിയിലിറങ്ങിയ തെക്കൻ രുദ്രനെ വിളിച്ച് സന്തോഷവാർത്ത അറിയിച്ചു. രുദ്രൻ അവനെ പ്രശംസ വാക്കുകൊണ്ടും പണം കൊണ്ടും മൂടി. വൈകുന്നേരം ഇതിൻ്റെ പേരിൽ നടക്കാൻ പോകുന്ന നിശാ പാർട്ടിക്ക് തെക്കനെ ക്ഷണിക്കുകയും ചെയ്തു. നിശാ പാർട്ടി അറേഞ്ച് ചെയ്ത രുദ്രൻ്റെ താവളത്തിലേക്ക് കയറി ചെല്ലുന്ന തെക്കൻ കാണുന്നത് എങ്ങും എത്താത്ത സ്കേർട്ടും ടോപ്പും ഇട്ട് പാട്ടിനനുസരിച്ച് ചുവട് വയ്ക്കുന്ന 3 സുന്ദരികളെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞ ഐറ്റം ഡാൻസ്. ഡാൻസിങ്ങിൻ്റെ ഇടയ്ക്ക് തെക്കനെ കണ്ടതും അവരുടെ കണ്ണുകൾ അവനിലുടക്കി. തെക്കൻ അവരെ ഒന്ന് വശ്യമായി നോക്കി പുഞ്ചിരിച്ചിട്ട് രുദ്രൻ്റെ അടുത്ത് ഇരിപ്പുറപ്പിച്ചു. രുദ്രൻ അവനെ ചേർത്ത് പിടിച്ച് പ്രശംസിക്കുന്നതും പൊക്കി പറയുന്നതും ഒക്കെ കണ്ട് അനന്തകേശവന് അത്ര പിടിക്കുന്നില്ലെങ്കിലും സഹിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സഹികെട്ട തെക്കൻ ചാടിക്കേറിയ സുന്ദരികളുടെ കൂടെ മനോഹരമായി ചുവട് വച്ചു. വിവിധ ലഹരി പദാർത്ഥങ്ങളും പാട്ടും നൃത്തവും ആ നിശക്ക് നിറം ചാർത്തി. എങ്കിലും തൻ്റെ പെണ്ണിൻ്റെ ഓർമ്മകളാണ് തെക്കനിൽ നിറമുള്ള പുഞ്ചിരി ചാർത്തിയത്. ആദ്യമായി അവൾ ചുംബിച്ച കവിൾത്തടം അവൻ തലോടിക്കൊണ്ടേയിരുന്നു, അത്രമേൽ പ്രണയത്തോടെ. ഒരു കുഞ്ഞു കുട്ടി കയ്യിലെ വടിയുപയോഗിച്ച് ചെടിയിലെ ഇലകൾ തല്ലിപ്പൊഴിക്കും വേഗത്തിൽ കാലം ദിവസങ്ങളെ പൊഴിച്ചുകൊണ്ടിരുന്നു. ഭൂമിക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞ ഫൈനൽ എക്സാമാണ്. ഇതിനിടെ തെക്കൻ ഭൂമിയെ കാണുന്നതിന് ഒരു കുറവും വന്നിട്ടില്ല. അവൻ്റെ ശല്യം കൂടിയതല്ലാതെ ഒരു കുറവുമില്ല. എക്സാമിന് ഒരാഴ്ച മുൻപുള്ള രാത്രിയിൽ പഠിക്കാനിരുന്ന ഭൂമിയുടെ ചിന്തകൾ ക്രിസ്മസ് വെക്കേഷൻ സമയത്തിലേക്ക് ഊളയിട്ടു. തെക്കൻ രുദ്രൻ്റെ ഗുണ്ടകളുമായി വെക്കേഷൻ്റെ ആദ്യ ദിവസം വന്നിട്ട് വീടൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും പകപ്പോടെ അത് നിന്ന് വീക്ഷിച്ചു. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂമിക്കൊച്ച് കാണുന്നത് തേരാപ്പാര ഓടി നടന്ന് ഓരോ പണിയെടുക്കുന്ന ഗുണ്ടകളെയാണ്. ഓ, ഒരുത്തൻ്റെ ശല്യം തന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ ദാ എവിടുന്നോ കുറേ ഗുണ്ടകളെയും കൂട്ടി വന്നേക്കുക. ഓരോരുത്തന്മാരെ കണ്ടേച്ചാലും മതി. കുറേ കാടന്മാരും വേടന്മാരും മാടന്മാരും ഒക്കത്തിൻ്റെ തലവനായിട്ടൊരു ചെകുത്താനും. ഓടി നടന്ന് വീടലങ്കരിക്കുന്ന ഗുണ്ടകളെ നോക്കി ഭൂമി മുറുമുറുത്തു. ഇതെന്ത് കുന്തം! രാത്രി അവരൊക്കെ പോയ ശേഷം സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൂടെ പോയ ഭൂമി പരിചയമില്ലാത്തൊരു പ്ലഗ് കണ്ട് മുഖം ചുളിച്ചു. എന്നിട്ട് അത് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തു. വരാന്തയിൽ പല നിറത്തിലുള്ള പ്രകാശം വിരിഞ്ഞതും അവൾ വെളിയിലേക്ക് ഇറങ്ങി ഓടി. അതിമനോഹരമായൊരു പുൽക്കൂട്, ഒരു ക്രിസ്മസ് ട്രീ, പല നിറത്തിലുള്ള LED ലൈറ്റുകൾ. പ്രകാശം കണ്ട് അവിടേക്ക് അച്ഛനും അമ്മയും ഓടിയെത്തി. അവളെപ്പോലെ തന്നെ അമ്മയും അതിലേക്ക് കൗതുകത്തോടെ നോക്കി. എന്ത് നോക്കി നിൽക്കുക, കയറി പോകുന്നുണ്ടോ? രാമനാഥൻ അരിശത്തോടെ പറഞ്ഞതും ഭൂമി ആദ്യം ഓടി, പിന്നാലെ അമ്മയും. സുമിത്രേച്ചിയെ, ഇന്നലെ വീട്ടിൽ ആരൊക്കെയോ വരണുണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലെ ശാരദേച്ചി അടുത്ത ദിവസം രാവിലെ സുമിത്രാമ്മയോട് വിവരം അന്വേഷിച്ചു. അത് മോക്ക് ഒരേ നിർബന്ധം. ബർത്ത്ഡേ മര്യാദക്ക് ആഘോഷിച്ചില്ലല്ലോ, അതുകൊണ്ട് ക്രിസ്മസ് ഗംഭീരാക്കണമെന്ന്. അതുകൊണ്ട് ആളെ വിളിപ്പിച്ച് വീടൊന്ന് അലങ്കരിച്ചതാ. വായിൽ വന്ന നുണയും പറഞ്ഞ് സുമിത്രാമ്മ ചെടി നനയ്ക്കുന്നത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അകത്തേക്ക് പോയി. പക്ഷേ ശാരദേച്ചിക്ക് ആ മറുപടി അത്ര തൃപ്തിയായില്ലായിരുന്നു. ക്രിസ്മസ് ദിവസം രാവിലെ കൂളിക്കഴിഞ്ഞ് വന്നതും ഭൂമി മുറ്റത്തേക്കിറങ്ങി. എന്തോ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് തേക്കൻ്റെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കണ്ടത്. അവളെ കണ്ടതും, ഡീ അടക്കാക്കിളി. ആ ഹലോ അമ്മായിച്ച, നിനക്ക് എന്താടാ വേണ്ടേ? അയാൾ സ്ഥാഹി കെട്ട് ചോദിച്ചു. ഇങ്ങനെ ചൂടാവാതെ അമ്മായിച്ച, ഇത്ര നാളായിട്ടും എൻ്റെ അമ്മായിച്ചനത് മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടത് നിങ്ങളുടെ മകളെയാ. തടുത്ത ആരുടെയൊക്കെ ജീവൻ എങ്ങനെയൊക്കെ അപകടത്തിലാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, എനിക്കൊഴിച്ച്. എൻ്റെ ഭൂമിക്കൊച്ചേ, നീ ഇങ്ങോട്ട് വന്നേ. അടുക്കളവാതിലിനരികിൽ നിന്നിരുന്ന ഭൂമിയെ നോക്കി അവൻ വിളിച്ചതും അവൾ അച്ഛനെയും അമ്മയെ ഒന്ന് നോക്കിയിട്ട് ചവിട്ടിത്തുള്ളി അവൻ അടുത്തേക്ക് നടന്നു. തുറക്ക്. ഒരു പെട്ടി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. ഏതാണ്ട് തീപ്പെട്ടിയുടെ പെട്ടി തുറക്കും പോലെ വേണം അത് തുറക്കാൻ. അവൾ ആ വലിയ പെട്ടി തുറന്നതും അതിൽ നിന്നൊരു കുഞ്ഞു കുഞ്ഞു പെട്ടികളും കൂടെ വർണ്ണക്കടലാസും പുറത്തേക്ക് വർഷിച്ചു. അവൾ താഴേക്ക് പതിച്ച വർണ്ണക്കടലാസിലേക്കും ആ പെട്ടിയിലേക്കും നോക്കി. പെട്ടികൾ ഓരോന്നും അവളുടെ ഫോട്ടോസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം അൺഎക്സ്പെക്റ്റഡായി അവൾ ഓരോന്നും കയ്യിലെടുത്ത് നോക്കി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് അരയിലൂടെ ആരോ ചുറ്റിപ്പിടിച്ചത്. വേറെ ആര്? തെക്കൻ തന്നെ. പ്രതീക്ഷിക്കാതായതിനാൽ അവളുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ താഴേക്ക് വീണു.
ആരേലും എതിർക്കും മുന്നേ തൊട്ട് പിന്നിലുള്ള അവളുടെ മുറിയിലേക്ക് കയറി കഥകടച്ചു. തനിക്ക് എന്താണോ ഈ പരിപാടി എന്താ നിത്യം തൊഴിൽ അഭ്യാസമാക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ തനിക്ക്? അതോ ആരേലും വല്ല കൈവശവും തന്നിട്ടുണ്ടോ? എപ്പോൾ നോക്കിയാലുണ്ട് വലിച്ച് റൂമിൽ കയറ്റല്. കഴിഞ്ഞോ? അവൻ 2 കൈയും മാറിൽ പിണച്ച് കെട്ടി ചോദിച്ചു. എന്ത്? എടി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞു എന്ന്. അത് പിന്നെ എന്നാ പിടി. അവനൊരു വലിയ ഡയറി മിൽക്ക് അവൾക്ക് നേരെ നീട്ടി. എനിക്കങ്ങ് വേണ്ട. കഴിച്ചില്ലെങ്കിൽ നീ ഇവിടുന്ന് പുറത്തു പോവില്ല. എനിക്കിപ്പോൾ ചോക്ലേറ്റ് കഴിക്കാനൊന്നും തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അവൻ അതേ നിൽപ്പായിരുന്നു. ഞാൻ കഴിക്കാം, ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കോ? അവൾ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ പെണ്ണ് ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ, എന്തേ? അവൻ കട്ടിലിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. അത് ആർദ്രവ് സാറിൻ്റെ കല്യാണം ഉറപ്പിച്ചു. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എനിക്ക് പോകണം. മുൻകാല കാമ്പുവൻ്റെ കല്യാണ സദ്യ ഉണ്ണാനിട്ടാണോ കുഞ്ഞിനിപ്പോൾ പഞ്ഞം? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. എനിക്ക് പോകണം. ഞാനാ പാവത്തിനോരോ ദുർഗതികളൊക്കെ വരുത്തി വെച്ചത്. ഞാൻ കാരണം ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എനിക്ക് കാണണം ആ സാറ് സന്തോഷമായിട്ടിരിക്കുന്നത്. ഊർന്നിറങ്ങിയ മിഴുനീർ തുടച്ചു മാറ്റാതെ വാശിയോടെ അവൾ പറഞ്ഞു. ഒരു പുച്ഛത്തോടെയാണെങ്കിലും തെക്കൻ അത് സമ്മതിച്ചു. വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും ആർദ്രവ് സാറിൻ്റെ അച്ഛനും അമ്മയും കൂടി ക്ഷണിച്ചപ്പോൾ തള്ളിക്കളയാൻ തോന്നിയില്ല. സാറിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിൻ്റെ റിസപ്ഷൻ പാർട്ടിക്ക് പോകുമ്പോൾ താൻ കാരണം സാറിനുണ്ടായ ദുർഗതിയിൽ സാറിൻ്റെ വീട്ടുകാർക്ക് തൻ്റെ വീട്ടുകാരോടുണ്ടായ വെറുപ്പ് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഉയർന്ന ശബ്ദത്തിൽ ഇമ്പമാർന്ന ഗാനം ആ വലിയ വീടിൻ്റെ വിശാലമായ മുറ്റത്ത് ഒഴുകി നടന്നു. അവിടെ എവിടെയായി ആളുകൾ സന്തോഷത്തോടെ കൂട്ടം കൂടി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ വലിയ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന മനോഹരമായ ഓപ്പൺ സ്റ്റേജിൽ വിരുന്നിന് വന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആർദ്രവ് സാറും ഭാര്യയും ഒരു വലിയ ആർഭാടപരമായ ഇരിപ്പിടത്തിൽ ഇരിപ്പുണ്ട്. തൻ്റെ മാതാപിതാക്കളുടെ കൂടെ വന്ന ഭൂമിയെ കണ്ട് സാറിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഒരു മെറൂൺ കളർ ഹാഫ് ഗൗൺ ആണ് അവളുടെ വേഷം. സജ്ജലമാകാൻ ഒരുങ്ങുന്ന മിഴികളെ അവൾ പിടിച്ചു നിർത്തി. ഭൂമിയെ കണ്ടതും സാർ ഭാര്യയോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭൂമിയുടെ കണ്ണുകൾ അവിടെയുള്ള ഒരു ബോർഡിലേക്ക് നീണ്ടു. അലങ്കാരങ്ങളും പുഷ്പങ്ങളും കൊണ്ട് നിറച്ച ആ ബോർഡിൽ ആർദ്രവ് വെഡ് സുരഭി ശ്വേത എന്ന് എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. അപ്പോഴേക്കും ആർദ്രവിൻ്റെ അമ്മ ഭൂമിയെയും വീട്ടുകാരുടെയും അടുത്തേക്ക് എത്തിയിരുന്നു. എന്തൊക്കെയോ ധൃതി പിടിച്ച് സംസാരിച്ച് അവർ പോയി. കണ്ടാലേ അറിയാം, നല്ല സന്തോഷത്തിലാണ് ആ അമ്മ. അവർ പോയതും കയ്യിലെ ഗിഫ്റ്റ് പാക്കറ്റുമായി ഭൂമി സ്റ്റേജിലേക്ക് കയറി. അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. തിരിച്ചവരും. എന്നിട്ട് അതേ പുഞ്ചിരിയോടെ ആർദ്രവ് സാറിന് നേരെ അവൾ ഗിഫ്റ്റ് നീട്ടി. പരസ്പരം നിർവികാരത നിറഞ്ഞ പുഞ്ചിരികൾ കൈമാറിയ നിമിഷം സാർ അത് പുഞ്ചിരിയോടെ വാങ്ങുന്നതിനൊപ്പം തൻ്റെ ഭാര്യയ്ക്ക് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. തുടരും.